ഇത് മൊത്തം 3 കിലോമീറ്റർ ഉണ്ട്. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഓട്ടത്തിന് ഇവിടുത്തെ വെള്ളത്തിലെത്തിയിട്ടാണ്. Remember, don't do that like this. Okay? അത് ടൈറ്റ് ആവണോ അല്ലെ പൊന്തോ? അപ്പൊ നമ്മൾ ഇന്ന് കണ്ണൂരുള്ള റിവർ റാഫ്റ്റിങ്ങിന് പോവാണ്. ഏകദേശം 12 കിലോമീറ്റർ അടുത്ത് അതിന്റെ ലെങ്ത് വരുന്നുണ്ട്. പിന്നെ അടിപൊളി ആയിക്കുന്നാ പറഞ്ഞത്. ഫുള്ള് മഴയൊക്കെ പെയ്തിട്ട് വെള്ളമൊക്കെ കുത്തൊലിച്ച് സീനായി കിടക്കാന്നാ പറഞ്ഞത്. കേരളത്തിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ്, അതായത് കേരളത്തിൽ വേറെ ഇല്ലാന്ന് തന്നെ തോന്നുന്നുണ്ട്. അത്ര അടിപൊളി ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പോണ വഴിക്ക് കാണാം. നമ്മള് ഏകദേശം ഒരു 3-4 കൊല്ലം വർക്ക് ചെയ്തിരുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഞാനിവിടെ ഒരു 2-3 കൊല്ലത്തിന് അടുത്ത് ഞാൻ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയാലിസിസ് ടെക്നീഷ്യനായിട്ട്. കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ഇവിടെ നല്ലോണം കിട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പരിപാടി നിർത്തിയ നാട്ടിൽ പോയി സെറ്റായിരുന്നു. ഇവിടെ എന്തായാലും കുറെ നല്ല നല്ല ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും സെറ്റാണ്. പിന്നെ നമ്മളെ സ്പോർട്ടിന്റെ ടീമില് ആൾക്കാരാണ് അയക്കുന്നത്. കാണിച്ചു തരാം. നമ്മളെങ്ങോട്ടാ പോണേ പറഞ്ഞില്ല നിങ്ങള്? ഇവിടെ പറഞ്ഞില്ല. എന്തിനാ പോണേ? ആൾക്കാരുണ്ട് നമ്മളിവിടെ കുറച്ച് ആൾക്കാർ പോയിട്ടുണ്ട്. വണ്ടി വെയിറ്റിംഗ് ആളുകൾ കുറെ നേരായി കാത്തുകൾ. എത്ര നേരം കാത്തേക്കത്? സമാജികളെ ഒന്ന് നേരത്തെ കാലത്ത് എണീക്കേണ്ടത് അല്ല. നമ്മളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ടീം മെമ്പേഴ്സ് ബാക്കി നമ്മളെ ഫുൾ ടീം ഇച്ചിരി ആൾക്കാരുണ്ട് കേട്ടോ. തിരുവനന്തപുരത്തേക്കാണ് നമുക്ക് പോകാനുള്ളത്. എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നേ. നമ്മളാള് നടക്കോ നടക്കോ റിപ്പോർട്ട് ഒഴിവാക്കി. കേക്ക് തിരിച്ചു വരുന്നവരാ. റൂട്ട് മാപ്പ് ഒക്കെ കാണിച്ച് 11 തീർക്ക്. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആണോ? എത്രത്തോളം എക്സൈറ്റഡാ? പറഞ്ഞേ എക്സൈറ്റഡ് ആണോ പോകുന്നതിന്? പറ. നല്ല എക്സൈറ്റഡ് ആണ്. ബാക്കി കാണാതെ ഇല്ലാട്ടെ നമ്മള് പോവാ. ഇങ്ങനത്തെ ഓരോ വണ്ടിയില് ഇതേപോലെ താറ് വേറെ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഒന്ന് സാധനം കാണിച്ചില്ലല്ലോ. ഇതിലാണ് നമ്മള് പോവാ. എന്റെ അച്ഛൻ എനിക്ക് 2 വയസ്സുള്ളപ്പോ നീന്താൻ പഠിപ്പിച്ചിട്ട് നീന്തം പഠിച്ചതാണ്. അതെ ഇവിടെ ടെൻഷൻ ഇല്ലാത്ത സ്ഥലം. അയ്യോ വീട് പഠിക്കാം. ബാക്കി ഇവര് തൂങ്ങിക്കോടും. വേണ്ട വേറെ വണ്ടി വീഡിയോ ഇല്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം എന്താ പോട്ടതിന്? അതോ പറഞ്ഞാടാ സത്യം പറഞ്ഞ എനിക്ക് പേടിയില്ല. ഞാൻ പിന്നെ എല്ലാരും ഉള്ള ധൈര്യത്തിലെ ഞാൻ
പാമ്പ് പാമ്പ് എന്നെല്ലാം പറയും വെള്ളത്തിൽ ചാടരുത് അതൊക്കെ ഓൾറെഡി അപ്പൊ കൊത്തുനാട വെള്ളം കുടിച്ച് ഭയങ്കര സാധനം കിട്ടിക്കിട്ടോ സാധനം കിട്ടി സെറ്റാക്കി എന്താ അവസ്ഥ നല്ല ടെൻഷൻ കാണുന്ന സന്തോഷത്തില്ല ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടുത്തെ അല്ല വെള്ളത്തിലെത്തിയിട്ടാണ് പിടിച്ചോളി സാധനടുത്തേക്ക് ജാക്കറ്റ് പെട്ടെന്നോട് നേരക്കളല്ലേ എടി ചെന്ന് ജാക്കറ്റ് ഇട് പൈസ പെട്ടോ ടൈറ്റാക്കണം വന്നിട്ട് paddle forward, back pedal and stop pedal. So your first command, paddle forward. That's called Munatra, front to back. Okay? When I say paddle forward team, what gonna do? Both arms straight like a 90 degree, full blade dip in the water, then full back. And try to use your upper body. Lean front, then full back. But remember, don't do that like this. This is not okay? You got it all the 4 commands? Yes. Forward means front to back, back means back to front, and stop, get down, and get back. Okay? So that's our plan. Any doubts so far? So everyone look at the camera once again. Are you ready? You have to say it 100 times. Loudly, chillimili, doom dhadaka. Chillimili, doom dhadaka. Chillimili, doom dhadaka. और ओके अगर कोई भी गिर जाता है तो पैडल नहीं छोड़ना है ओके फॉरवर्ड फास्ट कम फास्ट hey come back pedal come on back pedal hey pedal come on up come pull him hey hold the rope fast pull him hey back to position come on okay stop go forward
Next, fast. Hold the boat, swim. നമ്മൾ കൈ തിരിച്ചെത്തി ഗായ്സ്. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പിന്നെ വിഷ്വൽ ഞാൻ കിട്ടുന്ന പോലെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പരിപാടി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്നിട്ട് തന്നെ എത്തി. ഫോൺ നമ്മൾ വെള്ളത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഫോൺ കൊണ്ടുപോയില്ലായിരുന്നു. അതുകൊണ്ട് അതങ്ങനായി. കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. എന്താവുന്നുള്ള അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. എന്തായാലും ചായം വിട്ടേക്കുണ്ടെന്നാ പറഞ്ഞേ. ചായ ബ്രോ വിത്തൗട്ട് കിട്ടോ? ഹോർലിക്സ് ആടാ, ഹോർലിക്സോ? എന്താ വിഷയം? സ്മെല്ല് വരുന്നുണ്ട് ഹോർലിക്സ്. അത് ഓരോർപ്പിച്ച് തുറക്ക്. ചായ കാണുന്നില്ല. ഞാൻ എന്നെ കാണിച്ച് എനിക്കൊരു പീസ് എടുക്കണം. എടാ ഒരു കഴിക്കടാ. എക്സ്പീരിയൻസ് ഞാൻ കുറച്ചും കൂടെ ഒക്കെ അഡ്വഞ്ചർ പ്രതീക്ഷിക്കും. കിട്ടിയില്ല, നമുക്ക് കിട്ടിയില്ല. വെള്ളം കുറവായിരുന്നു. അതുകൊണ്ട് വെള്ളം അടിപൊളിയായിരുന്നു. കുറച്ച് വിശേഷം ഉണ്ട്, നോക്കിയൊക്കെ എങ്ങനെ വരികയെന്നുള്ള അറിയില്ല. ഇത് ഗവൺമെന്റിനാണല്ലോ വരുന്ന, പ്രൈവറ്റ് ആയിട്ട് വരുന്നതാണ്. ഇത് എങ്ങനെ ഞങ്ങൾ സീസൺ എങ്ങനെ വരുന്നത്? എത്ര അങ്ങനെ എപ്പോഴും ഉണ്ടാകലുണ്ട്. ചാർജ് എങ്ങനെയാണ് വരുന്നതിന്? ആളുണ്ടാവില്ല. ഇത് മൊത്തം എത്ര കിലോമീറ്റർ ഉണ്ട്? 12 കിലോമീറ്റർ. 13 ആക്കും. ഓ, അത്യാവശ്യം ആളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റാണ്. 4 കൊല്ലായി. ആ, ഇവര് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആട്ടത്. എന്താ ഞാൻ ആദ്യം അതാ ചോദിച്ചേ. ഇതാട്ടോ ഇവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കണ്ടതിന് ഭയങ്കര വിഷയമാണ്. അപ്പൊ എന്താക്കും, ഇടയ്ക്കെന്തേ പണി കിട്ടണം. കാര്യമായിട്ട് പ്രശ്നമൊന്നുമില്ല. എണ്ണ അടിച്ചില്ല, ഡ്രൈവിംഗ് കൊണ്ട് എണ്ണൊക്കെ തീർത്ത് എത്തിച്ചു പോയിട്ടുണ്ട്. അതെ, 200 കിലോമീറ്റർ 500 എണ്ണ. തൊട്ടടുത്ത് പമ്പുണ്ടായിന്. പക്ഷേ നമ്മള് 1500 അടിക്കാന്ന് പറഞ്ഞപ്പോ ഇവരാ പറഞ്ഞത് 9 കിലോമീറ്റർ വണ്ടി പറയേ എത്ര സ്പീഡ് പോയിട്ടാന്ന് പറയേ. ഒരേ സീന എണ്ണ വാങ്ങാൻ പോയി കിട്ടായി. എല്ലാം തന്നെ തള്ളിയിട്ട് പമ്പ് പോകണം. മറ്റേ ഇത് കേട്ടിക്കില്ലേ, നന്നായി കളിക്കുമ്പോൾ റണ്ണൗട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. ഒരവസ്ഥയായി. അയ്യോ, സാധനം കിട്ടിക്കോ, സാധനം കിട്ടിക്കേ. ഒരാവേശം നോക്കിയല്ലത്തിന്
കേട്ടോ ഓ ഉളുമ്പെന്ന് വണ്ടി ഒരു ചെരുവിൽ വെക്കായിരുന്നു ഇങ്ങനെയുള്ള റെഡിയായിരുന്നു. നിങ്ങൾ നോക്കി കൊറേ കിട്ടിയില്ല. രണ്ടാൾക്കാർ തള്ളിപ്പിടിക്കും. പൊക്കിപ്പിടി, ഈ സൈഡ് പൊക്കിപ്പിടി. തട്ടി നോക്കിക്കാ. അപ്പൊ പിന്നെ കുറച്ച് സമയം എടുക്കല്ലോ. രണ്ടടി അടിച്ചിരിക്കുന്നു. അതെ രണ്ടാമടുത്ത് രണ്ട് കിടന്നോ. എന്റെ അടിക്കാൻ 50 രൂപ എന്നെ അടിയില്ല. 10 കിലോമീറ്റർ ആയിട്ട് ഇനി ഐറ്റാ ചവിട്ടി എടുത്താ വന്ന 9 കിലോമീറ്റർ മൈലേജ് കിട്ടില്ല. 9 കണക്ക് കിട്ടി. നമ്മളിപ്പം ഒരു റെസ്റ്റോറന്റിൽ വന്നിക്കാണ് ഫുഡ് കഴിക്കാൻ. അല്ലാണ്ട് റെസ്റ്റോറന്റിൽ ചായ കുടിക്കാൻ ചായ ഉദ്ദേശിച്ച ചായ പറഞ്ഞാലും പാടില്ലേ. ഇതാണ് വരുന്നത്. നോക്കിയേക്കാം എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. ഷവർമയും ഷവായൊക്കെ കണ്ടുപോകുന്നുണ്ട്. എന്താ നിനക്കെന്താ തല്ലൂടല്ലേ എല്ലാവർക്കും ഉണ്ട്. നീ ആരാ 3 ചപ്പാത്തിയൊക്കെ തന്നെ? ഫുഡ് വന്നൊക്കെ മെക്സിക്കൻ ചിക്കൻ അൽഫാം പ്ലസ് അവിടെ ഉണ്ട്. അവിടെ വേറെന്തോ ഒരു ഐറ്റം കൂടി ഉണ്ട്. അയ്യോ നല്ല മഴ ചെയ്യുന്നുണ്ട്. എല്ലാം ലഘുവായിട്ട് ലേശം വെച്ച് കഴിച്ചത്. ഉമ്മാരത് ഇതുവരെ കഴിഞ്ഞില്ല കഴിച്ചിട്ട്. ലേശം അപ്പം നമ്മളെ വ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.